ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുസ്മിതയുടെ മുന്നിൽ ഇങ്ങനെ രോഹിത് കെഞ്ചും കൊണ്ടിരിക്കാനായിട്ടോ, സുസ്മിത എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം, എനിക്ക് ഒരിക്കലും ജയിലിൽ പോയി കിടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്കതിന് കഴിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുമ്പോൾ, എടോ ജയിലിൽ നിന്ന് സുഖവാസമാണ്, ഞാൻ ഇപ്പോൾ പോയതല്ലേ, ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ അവിടെ ഒന്നും അറിയണ്ട, സുഖമായി അവിടെ അങ്ങ് ജീവിക്കാം. അയ്യോ എനിക്കത് ആലോചിക്കുന്നത് തന്നെ പേടിയാണ് എന്ന് പറയാനിട്ടോ. ഇതേ സമയം ഞാൻ പറയുന്നതൊന്ന് കേൾക്കടോ, നീ ഇപ്പൊ ചെയ്തിരിക്കുന്ന ബിസിനസ് ഇങ്ങനെയല്ലേ, ഒരു ബിസിനസ്സിന് മെച്ചം പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ തന്നെയാണ് കരകയറത്തുള്ളൂ. അതിൽ ചിലവരങ്ങ് വീഴും, ചിലവരങ്ങ് എച്ചടി കയറും, അത്ര തന്നെ, അല്ലാതെ എന്തേന്ന് പറയണേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന രോഹിത് പറയാണ്, സുസ്മിതെ എന്നെയും പ്രതിസന്ധിയെ രക്ഷിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് സുസ്മിത ചോദിക്കുന്നു കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രബോസ് കടന്നു വരുന്നത്. ഇതിനെന്ത് ചെയ്യാനാണെന്നോ, ഞാൻ എന്ത് ചെയ്യാനാണെന്നോ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ എടോ താൻ ഇത്ര പേടിക്കാനൊന്നുമില്ലടോ, അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും വരില്ല, തന്നെ പിടിച്ച് ജയിലിലോട്ട് തള്ളത്തില്ല, താൻ ആ എഴുതി വെച്ചിരിക്കുന്ന ആ വീടില്ലേ അതങ്ങ് നഷ്ടപ്പെടും, അതായത് സത്യഭാമയുടെ സാമ്രാജ്യം, സത്യഭാമയുടെ ആ കൊട്ടാരം അതങ്ങ് നഷ്ടപ്പെടും, അല്ലാതെ താൻ ജയിലിൽ പോകത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയണേട്ടോ. ജാമ്യം നിന്നിരിക്കുന്നത് ആ വീടല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രോഹിത്തിനത് സഹിക്കില്ല. അയ്യോ ആ വീട് എനിക്ക് എന്തൊക്കെയോ ആണ്, ആ വീട് എന്തൊക്കെയോ ആയതുപോലെയാണ്, ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത്, ആ വീട്ടിൽ നിൽക്കുമ്പോഴാണ് എനിക്കെല്ലാം നിറവേറിയത് എന്നുള്ള ആ സത്യം വിളിച്ചു പറയുമ്പോൾ, കണ്ടില്ല ചിറ്റപ്പ ഇവന്റെ സ്വഭാവം പിന്നെയും മാറിയിരിക്കുന്ന, ഇവന് കൂറ് അങ്ങോട്ടേക്കാണ്, ഇവിടെ നിന്ന് ഉണ്ണുകയും ചെയ്യാം, കൂറിന് അങ്ങോട്ട് പോവാ, ഇവനൊന്നും നേരാക്കിയാൽ നേരാവില്ല. അത് കേൾക്കുന്ന രോഹിത്, അങ്ങനെയല്ല, ആ വീട് ഒരിക്കലും നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടോ. അതിനെന്താ, തനിക്ക് ആ വീട് നഷ്ടപ്പെടില്ല, തനിക്ക് ആ വീട് ഞാൻ അങ്ങ് വാങ്ങിച്ചു തന്നാൽ തനിക്ക് സന്തോഷമാമോ? അത് കേൾക്കുന്ന രോഹിത്തിന് പറയാൻ വാക്കുകളില്ല. തനിക്ക് തന്റെ കയ്യിൽ വലിയൊരു ആയുധം വെച്ച് തന്ന ആ വലിയൊരു സന്തോഷം തന്നെ രോഹിത്തിന്റെ മുന്നിൽ കിട്ടാണ്. അങ്ങനെ രോഹിത് പറയുന്നത്, തീർച്ചയായും എനിക്ക് അങ്ങനെയാണെങ്കിൽ സന്തോഷമാണ്. പിന്നെ എന്താടോ, സത്യഭാമയുടെ വീട് എന്തായാലും ലേലത്തിൽ വെക്കും, ലേലത്തിൽ വെച്ച് കഴിഞ്ഞാൽ സത്യഭാമക്ക് ആ വീട് അങ്ങ് നഷ്ടപ്പെടും, പിന്നീട് ഞാൻ അങ്ങ് നേടിപ്പിടിച്ച് നിന്റെ കയ്യിൽ തരും, അത് ഉപേന്ദ്രം വഴി നിനക്ക് തന്നെ അങ്ങ് തരുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന രോഹിത്തിന് ഒത്തിരി സന്തോഷമാവാണ്. തനിക്ക് പകവിട്ടാൻ പറ്റിയ ആയുധം അത് തന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രോഹിത്, സുസ്മിത, ചന്ദ്രബോസ് ഇവർ 3 പേരും കൈകോർത്ത് ഇനി സത്യഭാമയെ, ചൂലെടുത്ത സത്യഭാമയുടെ സാമ്രാജ്യത്തിൽ നിന്ന് ഇറക്കുന്ന ആ ഒരു നാളുകളാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരുന്നത്. എന്നാൽ ഈ സമയം വിഷ്ണുവിനാണെങ്കിലോ യാതൊരുവിധ സമാധാനവുമില്ല. തൻ്റെ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കുന്നു. എന്നാൽ ഷാലിനിയോട് പറഞ്ഞ തൻ്റെ അറം പറ്റുന്ന വാക്ക്, തൻ്റെ നാവ് തന്നെ ചതിച്ചു എന്ന് പലവട്ടം വിഷ്ണു തന്നോട് പറയാനേട്ടോ. പിന്നീട് നേരെ പോകുന്ന കുടുംബശ്രീയിലോട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ ഉമ്മറത്ത് കാണാൻ ശാന്ത നിൽക്കുന്നു. ശാന്തയെ കാണുന്ന ശാന്തച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങോട്ടേക്ക് ഈ പറയുന്ന പപ്പി ചെല്ലുന്നു കേട്ടോ. അപ്പോൾ സത്യ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പപ്പി. അപ്പോൾ ഉടനെ വിഷ്ണു ആണെങ്കിൽ തൻ്റെ കണ്ണുകൾ കൊണ്ട് പരതാണ്. ആ ഉമ്മറത്ത് എൻ്റെ ശാലിനി ഇരിപ്പുണ്ടെങ്കിൽ, അവിടെ എവിടെയെങ്കിലും എൻ്റെ ശാലിനി ഉണ്ടെങ്കിൽ ആ ഒരു നോട്ടവുമായി വിഷ്ണു തൻ്റെ 2 കണ്ണുകൾ അകക്കണ്ണോടുകൂടി ഉള്ളിലോട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. ക്യാമറയിലൂടെ തന്നെ വിഷ്ണു അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ആ ഒരു ക്യാമറ കണ്ണുകളോട് കൂടി ഉള്ളിലോട്ട് നോക്കുമ്പോഴൊന്നും തൻ്റെ ശാലിനിയെ കാണുന്നില്ല. അപ്പോൾ ഉടനെ ഇവിടെയുള്ളവരെവിടെ എന്നിങ്ങനെ ശാന്തയോട് ചോദിക്കുമ്പോൾ സത്യയും ശാരദാമ്മയും സത്യയെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവരിപ്പോൾ എത്തും. അപ്പോൾ ഷാലിനി ഇപ്പോഴും എത്തില്ലല്ലോ, ഷാലിനിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരുപക്ഷെ രാത്രിയാവും വരുമായിരിക്കും എന്നൊക്കെ ശാന്ത പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഷാലിനി അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു, എന്നാൽ അവൾ ഈ വീട്ടിലും എത്തിയിട്ടില്ല. ഈശ്വര, അവൾക്ക് എന്ത് പറ്റി, അവൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായാലും അനുപല്ലവിയെ വിളിക്കാം. ഇതൊക്കെ കണ്ട് ശാന്തയും ഈ പറയുന്ന പപ്പയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനുപല്ലവിയെ വിളിക്കാൻ, അനുപല്ലവിയാണെങ്കിലോ പെട്ടെന്നൊന്നും ഫോൺ എടുക്കുന്നില്ല. ഒരുപാട് തവണ റിങ് ചെയ്തതിന് ശേഷമാണ് അനുപല്ലവി വന്ന് ഫോൺ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അനുപല്ലവി ആ ഫോൺ എടുത്തിട്ട് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാനാണ്. എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, ഷാലിനി എത്തിയോ? ഇല്ല, ഷാലിനി മേഡം എത്തിയില്ല. അപ്പോൾ നിനക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഷാലിനിക്കുണ്ടോ? അയ്യോ, ഈ നാട്ടിൽ ഷാലിനി മേഡത്തിന് യാതൊരുവിധ ഫ്രണ്ട്സുകളുമില്ല, ആകെ അറിയാവുന്ന നമ്മൾ തന്നെ എന്നുള്ള ആ വാക്ക് പറയാൻ കേട്ടോ. അപ്പൊ അനുപല്ലവിയോട് പറയണേ, ഷാലിനിയെ പെട്ടെന്ന് തിരക്കി കണ്ടെത്തുക,
എവിടെയാണ് ശാലിനി ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും സാർ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു കേട്ടോ. പിന്നീട് പെട്ടെന്ന് ഓടി തൻ്റെ മോളോട് അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് പപ്പിമോളെ എന്നും പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ഉമ്മ വെച്ചിട്ട് ശാന്തിച്ച് ഇവൾ കുറച്ച് നേരം ഇവിടെ നിന്നോട്ടെ, ഞാനൊരു തിരക്ക് പിടിച്ചൊരു സ്ഥലത്തോട്ട് പോവാണ്, എൻ്റെ മോളെ നോക്കിക്കോളണേ, കുറച്ച് രാത്രിയാണെങ്കിലും എൻ്റെ മോളെ ഞാൻ ഇവിടെ വന്ന് എടുത്തോളാം, അതിനെന്താ ശാരദാമ്മ ഇപ്പോൾ എത്തും എന്ന് പറയുമ്പോൾ വിഷ്ണു വണ്ടി എടുത്ത് പോവുകയും ശാരദാമ്മ പിറകെ എത്തുകയും ചെയ്യാനായിട്ട്. അങ്ങനെ ശാരദാമ്മ തൻ്റെ കുഞ്ഞിനെ കൊണ്ട് സത്യയും കൊണ്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പപ്പി നടുമുറ്റത്ത് നിൽക്കുന്ന അത് കാണുന്ന സത്യ പപ്പി എന്ന് വിളിച്ച് ഓടിക്കൊണ്ട് കെട്ടിപ്പിടുത്തൊക്കെ ആയിട്ടോ. അപ്പോഴേക്കും ശാന്തിയോട് ചോദിക്കാൻ ഇത് എങ്ങനെ പപ്പിയുടെ എത്തി, വിഷ്ണു കുഞ്ഞാക്കി കൊണ്ടുവന്നതാണ്, എന്താ സംഭവം എന്നറിയില്ല, ഈശ്വര എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുമോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വിഷ്ണുവും കമലനും ഇനി ഒരു കടൽ തീരത്ത് തന്നെയാണ് ചെന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെല്ലാണ്. അപ്പോൾ വിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പോൾ എൻ്റെ ആശാനെ എന്താണ് ഈ ചെയ്തത്, അത് തന്നെയാടാ എൻ്റെ നാക്ക് ഇവിടെയും പിഴച്ചിരിക്കുന്നു, എൻ്റെ നാക്ക് തന്നെയാടാ പിഴച്ചത്, എൻ്റെ നാക്കിൽ നിന്ന് വന്ന വാക്കുകൾ കത്തിക്കൊണ്ട് കുത്തിയതിനേക്കാൾ കുത്തിയതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ വീണിരിക്കുന്നു, അവൾക്ക് അത്രയും നെഞ്ചിലേറ്റിയിരിക്കുന്നു, അവളുടെ മൊബൈൽ പോലും എടുക്കാതെ അവിടെ നിന്ന് പോയി എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയാൻ കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന എന്തിനാ ആശാനെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ നിങ്ങൾ പിരിയുമ്പോൾ ഞങ്ങളുടെ മനസ്സിനാണ് വേദന, നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മനസ്സ് ആഴത്തിൽ സ്നേഹിക്കുന്ന നിങ്ങൾ പിരിയാൻ പാടില്ലായിരുന്നു, എനിക്കെൻ്റെ ശാലിനിയെ വേണം, അവൾ എവിടെ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഉടൻ തന്നെ ശാലിനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചേച്ചിയമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മരണത്തിലോട്ടായിരിക്കും, അത് വല്ല കടുങ്കൈ ചെയ്യാനായിരിക്കും, ഫോണില്ല, ബാക്കിയില്ല, രാജിക്കത്ത്, ഇതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു ആശാനെ. അത് കേട്ട ഉടനെ വിഷ്ണു എൻ്റെ ശാലിനി അപ്പോ എന്ന് പറയുമ്പോൾ ഇല്ല പേടിക്കണ്ട ആശാൻ പേടിക്കണ്ട, നമുക്ക് ചേച്ചിയമ്മ എവിടെ പോയിട്ടാണെങ്കിലും കണ്ടെത്താന്ന് പറയട്ടോ. പിന്നീട് ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി ഇങ്ങനെ ആ ഒരു വിഷ്ണുവിൻ്റെ ആ ബോർഡും പിടിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ശാലിനി പറയുന്നുണ്ട് ഇനി ജീവിതം മരണം മുന്നിൽ കാണുമ്പോൾ, മരണം എന്തെന്നറിയാൻ പോകുമ്പോൾ അത് വല്ലാത്തൊരു നെഞ്ചിടിപ്പ് തന്നെയാണ്, അതൊക്കെ അറിയാം, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ കരയാൻ പോലും ആളില്ലാത്ത ഞാൻ എന്തിനു ഇനി ജീവിക്കണം, അതുകൊണ്ട് തന്നെ ഈ ഒരു മരണം കരച്ചിലോടുകൂടി അവസാനിപ്പിക്കുകയും പിന്നീട് അതെല്ലാം മറന്ന് വേറൊരു ജീവിതത്തിലോട്ട് പോകും, അങ്ങനെ അങ്ങ് ചിന്തിച്ച് ഞാൻ അങ്ങ് പോയേക്കാം എന്നൊക്കെ ശാലി തന്നെ സ്വയം പറഞ്ഞ് കടലിൻ്റെ അമ്മയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആഴത്തിലോട്ട് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കാൻ അങ്ങനെ ശാലിനിയെ കാണിച്ച് അത് നിർത്തുന്നു. പിന്നീടാണെങ്കിലോ വിഷ്ണു ഇങ്ങനെ തൻ്റെ ശാലിനിയെ തിരിഞ്ഞ് പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം ഇനി കടൽ തീരത്ത് ശവം വന്ന് അടിയുന്നുണ്ട്. അത് അടിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ഇങ്ങനെ എത്തുമ്പോൾ അത് മരിച്ചു എന്നുള്ള സത്യമാണ് കേട്ടോ ഇനി അറിയുന്നത്. അപ്പം എന്തായാലും ഇതിൻ്റെ ബാക്കി റിവ്യൂ നാളെ നേരത്തെ തന്നെ ചാനൽ ഇടാൻ നോക്കും. അത് റീമേക്കിലെ റിവ്യൂ ആണ്, ചെറിയ ചേഞ്ചസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഡെയിലി ഇടാത്തത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് ഇനി കഥകൾ നടക്കുന്നത്. പക്ഷേ സത്യഭാമ ഇതുവരെ ചെയ്തു കൂട്ടിയ ആ ക്രൂരതകൾക്കെല്ലാം ശിക്ഷ നൽകുകയാണ്. അത് ഈ പറയുന്ന ശ്യാമല്ല രോഹിത്തിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. വീടും എല്ലാം നഷ്ടപ്പെട്ട് സത്യഭാമ ഇനി പിച്ചച്ചട്ടി എടുക്കുന്ന തെരുവിലോട്ട് ഇറങ്ങുമ്പോൾ തനിക്ക് രക്ഷകയായി അവൾ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.